ഹായ്, എസ് ബി ഉള്ളിലാണ്. നിങ്ങൾ പേളി മാണിയുടെ ഫോളോവറാണ്. പെട്ടെന്ന് ചെന്ന് അൺഫോളോ ചെയ്യണം കേട്ടോ. ഇനി ഫോളോ ചെയ്യരുത്. ഇങ്ങനെയുള്ള ഒരു സമൂഹവുമായിട്ട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ ബഹിഷ്കരിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു വ്യക്തിയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, സമൂഹത്തിനോട് അവർക്ക് എങ്ങനെ പ്രതിബദ്ധതയുണ്ട് എന്നുള്ള നിലയ്ക്ക്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ ഒരു വ്യാപകമായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട്. കാര്യം നമ്മുടെ കേന്ദ്രന്മാർ ഓരോ സബ്സ്ക്രൈബേഴ്സിനെ നോക്കിയിട്ടും ഓരോ പേജിൻ്റെ ഫോളോവേഴ്സിനെയൊക്കെ നോക്കിയിട്ട് അവർക്ക് മെയിൽ അയക്കുകയാണ്. അങ്ങനെ ഒരു മെയിൽ നമ്മുടെ പേളി മാണിയുടെ ഇൻബോക്സിലേക്ക് ചെന്നപ്പോൾ പേളി മാണിയും പൊടുന്നനെ അങ്ങ് വിചംബ്രിച്ചു പോയി. കാര്യം ഒരു കോണ്ടന്റിനെ സംബന്ധിക്കുന്നിടത്തോളം, അത് പോസ്റ്റ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും, അത് നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം കൈ നിറച്ച് ക്യാഷ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ക്യാഷ് കിട്ടിയാൽ എന്ത് ജോലിയും ചെയ്യുന്നവരെ ഇനി വേണമെങ്കിൽ നമുക്ക് പേളി മാണി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു വലിയ യുവജന വിഭാഗം സമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ അവകാശമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷകളെല്ലാം തകർന്ന് നാമാവിശേഷമായപ്പോൾ ഒരക്ഷരം ഉരിയാടാനില്ല. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു, ഒരക്ഷരം ഉരിയാടാനില്ല. എന്നിട്ട് അവർ സ്വയം കരുതുകയാണ് ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന്. ഏതെങ്കിലും ഒരു ഡാൻസ് പരിപാടിയിലോ ബിഗ് ബോസിലോ ഒക്കെ പരിപാടി അവതരിപ്പിച്ചവർ സിബി മലയലിനെ പോലെ മലയാള സിനിമയിൽ ഒരു കാലത്ത് ജീവിതം എന്താണെന്ന് ഒരു സമൂഹത്തെ പഠിപ്പിച്ച ഒരു വലിയ സംവിധായകനെ വിമർശിക്കാൻ പോകാനൊക്കെ എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന മഹതിക്കുള്ളത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. എന്താണ് ഇവരുടെ ഒരു ക്വാളിറ്റി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്? കുറെ ഈ മധുരം പുരട്ടിയ വാക്കുകളിൽ അടിക്കുന്ന വാചക കസർത്തുകൾക്കപ്പുറം ജീവിതം കൊണ്ട് ഇവർ എന്താണ് ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തി ചെയ്തത് കണ്ടില്ലേ? ഇത്രയും മികച്ച, അല്ലെങ്കിൽ രാജ്യം തന്നെ ഒരു വലിയ സമരത്തിലേക്ക് ഈ നാട്ടിലെ യൂത്ത് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യുവത്വം പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് പോയതാണോ? അല്ല, അവർ സ്വമേധയാ ഒരു വികാരമുണ്ടായി. കാര്യം അവരുടെ പരീക്ഷകളെല്ലാം താറുമാറാവുന്ന അവസ്ഥയിൽ അവർക്കുണ്ടായ ഒരു വികാരത്തിന്റെ പേരിൽ അവർ ഈ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രി അവരുടെ പരീക്ഷകളെല്ലാം താളം തെറ്റിച്ച, അതിന്റെ വിശ്വാസ്യത തകർത്ത ഒരു വ്യക്തിയുടെ രാജി ആവശ്യപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാട്ടിലെ ചെറുപ്പങ്ങളോട് ഒരു പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ പേളി മാണി ആർക്കൊപ്പം നിന്നേനെ? അവർ ആ ചെറുപ്പങ്ങളോടൊപ്പം നിന്നേനെ. പക്ഷേ പേളി മാണിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അവർ ഉന്നത വിദ്യാഭ്യാസം നേടി പഠിച്ച് പരീക്ഷ എഴുതിയ ആളാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ മനുഷ്യനായിട്ടുള്ളവർ അവർ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഉന്നയിച്ച ഒരു വിഷയത്തിന്റെ പേരിൽ ക്രൂരമായി തെരുവിൽ ആക്രമിക്കപ്പെടുമ്പോൾ ആ ഏകാധിപത്യ പ്രവണതയെ ആരാണ് വിമർശിക്കേണ്ടത്? ഈ നാട്ടിലെ അടിമകളല്ലാത്ത എല്ലാ സമൂഹവും ഒന്നടങ്കം ആ പൊളിറ്റിക്കൽ അല്ലാത്ത ചെറുപ്പക്കാർക്ക് പിന്തുണ കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ഊള പോസ്റ്റുമായി വന്നിട്ടുണ്ടെങ്കിൽ കൈ നിറച്ച് നമ്മുടെ വിശ്വഗുരുവിന്റെ പണവും വാങ്ങി വെച്ചിട്ട് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ ഫോളോവേഴ്സിലൂടെ കുറേയേറെ പേരെ സമരത്തിനെ നെഗറ്റീവാക്കാൻ വേണ്ടി അവർ ഒരു ഉപദേശിയുടെ രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കാപട്യങ്ങളൊക്കെ തിരിച്ചറിയുക. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ ഇന്ന് ഫോളോ ചെയ്യരുത്. ഒരു ഗുണവും മണവും ഇല്ലാതെ ചാണകത്തിന്റെ സ്മെല്ല് മാത്രമേ ആ പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ളൂ. അതുകൊണ്ട് ഒരു ബിഗ് ബോസിലെ റണ്ണറപ്പ് എന്ന് പറഞ്ഞാൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ തന്നെ നിലവാരം എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളെയൊക്കെ വലിയ സംഭവബഹുലമാക്കി അവർ ചെയ്യുന്നതൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ ഈ നാട്ടിലെ കുറേ സ്ത്രീജനങ്ങൾ, യുവാക്കളൊക്കെ അവരുടെ പിന്നാലെ പോയി അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ കാഴ്ച ഉപയോഗപ്പെടുത്തി ഇഷ്ടം പോലെ പണം വാങ്ങി ജീവിച്ച് ആ ജീവിതത്തിനിടയിൽ ഇപ്പോൾ വേറൊരു പണം കൂടി വരുമെന്ന് പറഞ്ഞപ്പോൾ അതിലൂടെ നിങ്ങളെ തന്നെ ചതിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെയുള്ള വ്യക്തിയെ ഒരു കാരണവശാലും ഫോളോ ചെയ്യരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി അൺഫോളോ ചെയ്യണം. ഇങ്ങനെയുള്ളതിനെയൊക്കെ നമുക്ക് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. സമൂഹത്തിന്റെ നന്മ ഉദ്ദേശിച്ച് പ്രതികരിക്കുന്നവർ എല്ലാ കാലത്തും ആ പ്രതികരണങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഒരു നന്മയില്ല. ഉള്ളിലെ ആ സംഘിബോധം, അതിപ്പോൾ ഒരു സവർണ പ്രിവിലേജുകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലുള്ളത് തന്നെ മാത്രമാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് പേളി മാണിയുടെ മൈൻഡിലുള്ളത്. അതുകൊണ്ട് കാശിന് വേണ്ടി എന്തും ആർക്കു വേണ്ടിയും വിടുപണി ചെയ്യാൻ മാനസികാവസ്ഥ കാണിക്കുന്ന പേളി മാണിമാർ ഇനി നമ്മുടെ സമൂഹത്തിൽ ശബ്ദമാകാതിരിക്കാൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അൺഫോളോ എന്നുള്ള നിങ്ങൾ ബട്ടണിലേക്ക് പോയി ഓടി 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 കുത്തി നിങ്ങൾ ആ പറയുന്ന വ്യക്തി മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ കേട്ടിരുന്നത് നിങ്ങളുടെ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം. നിങ്ങളിൽ നന്മയല്ല, ഇതെല്ലാം അഭിനയം മാത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ ഞങ്ങളെല്ലാം ക്വിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ശക്തമായ സന്ദേശം കൊടുക്കേണ്ടതുണ്ട്. ഇമാതിരി ചാണക മൈൻഡുകളെ അങ്ങനെ വേണം നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് കാട്ടിക്കൊടുക്കാൻ.